തൃശൂർ പാടൂർ സ്വദേശിയായ 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി സ്ഥിരീകരിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടി ജൂൺ 1-നാണ് പനിയെ തുടർന്ന് പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. തിയോഫിൻ, എന്തായിരുന്നു സംഭവിച്ചത്? കുട്ടിയുടെ ഹിസ്റ്ററി എന്താണ്? എവിടെ നിന്നാണ് ഇത് പകർന്നത് അടക്കമുള്ള വിവരങ്ങളുണ്ടോ? അജിംഷാദ്, ഇന്നലെ വൈകിട്ടാണ് ഈ പരീക്ഷണത്തിൻ്റെ, അതായത് ഈ കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിരുന്നു പുതുച്ചേരിയിൽ ലാബിലേക്ക്. ഇതിൻ്റെ ഫലം വന്നത് ഇന്നലെയാണ്. 2 തവണ ഈ പരിശോധനയ്ക്ക് അയച്ചു, രണ്ടും പോസിറ്റീവായിരുന്നു. കുട്ടി ഇപ്പോൾ അപകടനിലയെല്ലാം തരണം ചെയ്ത് ഒരു സ്വാഭാവിക നിലയിലേക്ക് വന്നിട്ടുണ്ട്. എറണാകുളം അമൃത ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോഴുള്ളത്. കുട്ടിയെ ICUവിൽ നിന്നെല്ലാം കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുട്ടിക്ക് അല്പം കുറച്ച് ദിവസത്തേക്ക് ഫിസിയോതെറാപ്പി ചികിത്സ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ രോഗബാധയെ തുടർന്ന് കാലിൻ്റെ ചലനശേഷിയെ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് ഫിസിയോതെറാപ്പി ചികിത്സ കൂടി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടിക്ക് വീട്ടിലേക്ക് മടങ്ങാം. കുട്ടിക്ക് ബാധിച്ചത് വലിയ തീവ്രത ഇല്ലാത്ത ഒരു അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നാണ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചത്. കഴിഞ്ഞ ജൂൺ 1-ാം തീയതിയാണ് പനി ബാധയെ തുടർന്ന് കുട്ടിയെ പാടൂരിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ നിന്നും പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അസുഖം കൂടിയതിനെ തുടർന്ന് പിന്നീട് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെയാണ് കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി പുതുച്ചേരിയിലേക്ക് അയച്ചത്. ഇതിനുശേഷം വീണ്ടും രോഗബാധ അല്പം കൂടി മാറ്റമില്ലാതെ തുടർന്നതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അമൃത ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഒന്നുകൂടി സാമ്പിൾസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഒരാഴ്ചയോളം അമൃത ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ഈ ഒരാഴ്ചയുടെ ചികിത്സ കൊണ്ട് കുട്ടിക്ക് കാര്യമായ മാറ്റമുണ്ടായി. അതിനുശേഷം വെന്റിലേറ്റർ മാറ്റിയപ്പോൾ സ്വാഭാവികമായി കുട്ടി ശ്വസിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൂടി വാർഡിൽ കഴിഞ്ഞ ശേഷം ഏതാനും ദിവസം മുൻപ് കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ കുട്ടി ഇപ്പോൾ മുറിയിലാണുള്ളത്. കുട്ടി എവിടെയെങ്കിലും ഈ വെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിച്ചതായി പറയുന്നില്ല. കുട്ടിയോട് ചോദിച്ചപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടുകാർക്കൊരു സംശയമുള്ളത്, കുട്ടി വീടിനടുത്തുള്ള ഒരു പാടത്ത് ഈ അസുഖം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം പതിവായി ഫുട്ബോൾ കളിക്കാനായി പോകുമായിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നാകാം എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായത് നിർണായക ഇടപെടലുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഈ ജർമ്മനിയിൽ നിന്ന്, കാരണം ഇത് വളരെ അപൂർവമായ വൈറസ് ആയതിനാൽ ഇതിനെ പ്രതിരോധിക്കുന്ന മരുന്നുകൾ ഉള്ളത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഈ മരുന്നുകൾ എത്തിച്ച് അത് വിജയകരമായി പരീക്ഷിച്ച് പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കും ആ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുമായിരിക്കും അല്ലേ? അജിംഷാദ്, കുട്ടിയുടെ നില ഇപ്പോൾ വളരെ സുരക്ഷിതമായ അവസ്ഥയിലാണ്. അപകടനിലയെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. ഇനി ഫിസിയോതെറാപ്പി ചികിത്സ മാത്രമേ കുട്ടിക്ക് ബാക്കിയുള്ളൂ. ആ ഫിസിയോതെറാപ്പി ചികിത്സ കൂടി കഴിഞ്ഞാൽ കുട്ടിക്ക് വീട്ടിലേക്ക് മടങ്ങാം. കാരണം പക്ഷേ നമ്മൾ ഈ രോഗം സ്ഥിരീകരിക്കുന്നത് കുട്ടിയുടെ അസുഖം മാറി അപകടനിലയെല്ലാം തരണം ചെയ്ത് കുട്ടി ഒരു സ്വാഭാവിക അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഈ പരിശോധനാ ഫലം വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കുട്ടി ഒരു സ്വാഭാവികമായ അവസ്ഥയിലേക്ക് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. വെന്റിലേറ്റർ ചികിത്സ കൊണ്ട് മാത്രം തന്നെ. അതിനൊരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ഓഫീസർ നമ്മളോട് അറിയിച്ചത് ഈ കുട്ടിക്ക് ബാധിച്ചത് വലിയ തീവ്രത ഇല്ലാത്ത മസ്തിഷ്ക ജ്വരമായിരുന്നു എന്നതുകൊണ്ടാണ് സ്വാഭാവികമായി തന്നെ വെന്റിലേറ്റർ സാധാരണ ചികിത്സ കൊണ്ട് കുട്ടിക്ക് വളരെ വേഗം തിരിച്ചു വരാൻ കഴിഞ്ഞത്. പക്ഷേ എന്തായാലും കരുതിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കാരണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് രോഗബാധയുണ്ടായത് എവിടെ നിന്നാണ് എന്ന് ഒന്നുകൂടി വിശദമായി അന്വേഷിച്ച ശേഷം ആ ഭാഗത്ത് കുറച്ചുകൂടി കരുതൽ വേണം. അവിടെ മറ്റാർക്കെങ്കിലും അപൂർവമായ രീതിയിൽ അല്ലെങ്കിൽ അസാധാരണമായ രീതിയിൽ പനിയുണ്ടോ എന്നത് അന്വേഷിക്കാനും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, എന്തായാലും തൃശ്ശൂരിലെ 12-കാരന് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ കുട്ടിയുടെ നില വളരെ മെച്ചപ്പെട്ടു, നല്ല രീതിയിലുള്ള ചികിത്സ സാധ്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായി പറയുന്നത്. ഇതിൻ്റെ കാരണം കണ്ടെത്തുന്നതിലേക്കുള്ള പരിശോധനയിലേക്കാണ് അധികൃതർ നീങ്ങുന്നതെന്നാണ് തിയോഫിൻ റിപ്പോർട്ട് ചെയ്തത്.